അപ്പോ ഒരു കുഞ്ഞിനെ വരവേൽക്കാനുള്ള പ്ലാനിലാണോ നിങ്ങൾ? അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലേ? പക്ഷേ ആ സന്തോഷത്തിന്റെ കൂടെ തന്നെ കുറച്ച് സാമ്പത്തിക കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെറ്റേണിറ്റി ഇൻഷുറൻസ്. ഇവിടെയാണ് മിക്കവരും ഒരു വലിയ തെറ്റുവരുത്തുന്നത്. അതെന്താണെന്നും ആ തെറ്റ് ഒഴിവാക്കി എങ്ങനെ ശരിയായ തീരുമാനമെടുക്കാമെന്നും നമുക്ക് നോക്കാം. എന്തായിരിക്കും ആ നിർണായകമായ തെറ്റ്? ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അങ്ങനെയെന്താ ഇത്ര വലിയ തെറ്റ് എന്ന്. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും സത്യത്തിൽ നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്താൻ ഈ ഒരൊറ്റ അബദ്ധം മാത്രം മതി. ഈയൊരു വാചകം കേട്ടാൽ തന്നെ കാര്യം ഏകദേശം പിടികിട്ടു. ഗർഭിണിയാണെന്നറിഞ്ഞ ശേഷം മെറ്റാനിറ്റി ഇൻഷുറൻസ് വാങ്ങുന്നത് വീടിന് തീ പിടിച്ച ശേഷം ഫയർ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഇതിലും സിമ്പിളായിട്ട് ഈ പ്രശ്നം എങ്ങനെയാ പറയാ, അല്ലേ? എന്തുകൊണ്ടാണിങ്ങനെ പറയുന്നതെന്നല്ലേ നമുക്ക് വിശദമായി നോക്കാം. സംഖ്യകളിലേക്ക് വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് ഇന്ത്യയിലെ ഒരു വലിയ നഗരത്തിലെ നല്ലൊരു ആശുപത്രിയിൽ ഒരു സെക്ഷൻ ഡെലിവറിക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ വരെ ചെലവ് വരും. ശരിയായ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഈ ഒരൊറ്റ ബിൽ മതി നമ്മുടെ എല്ലാ സാമ്പത്തിക കണക്കുകൂട്ടലുകളും തെറ്റിക്കാൻ. അപ്പോ എവിടെയാണ് ശരിക്കും പ്രശ്നം? എന്തുകൊണ്ടാണ് പ്രഗ്നന്റ് ആയ ശേഷം ഇൻഷുറൻസ് എടുത്താൽ അത് ഉപകാരപ്പെടാതെ പോകുന്നത്? ഇതിന്റെ എല്ലാം ഉത്തരം ഒരൊറ്റ കാര്യത്തിലാണ് ഒതുങ്ങുന്നത്. അതാണ് വെയിറ്റിംഗ് പീരീഡ്, അല്ലെങ്കിൽ കാത്തിരിപ്പ് കാലയളവ്. ഇതെന്താ സംഭവമെന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. നിങ്ങൾ ഇന്നൊരു പോളിസി എടുത്തു, പ്രീമിയമൊക്കെ കൃത്യമായി അടച്ചു തുടങ്ങി. പക്ഷേ ഇൻഷുറൻസ് കമ്പനി പറയുന്ന ഈ വെയിറ്റിംഗ് പീരീഡ് കഴിയാതെ പ്രസവത്തിന്റെ ചിലവുകൾക്കായി 1 രൂപ പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഈ ഒരൊറ്റ നിയമമാണ് എല്ലാവരുടെയും പ്ലാനുകൾ താളം തെറ്റിക്കുന്നത്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിയേ, അപ്പോ കാര്യം ക്ലിയർ ആവും. നമുക്കറിയാം, ഒരു ഗർഭകാലമെന്ന് പറയുന്നത് 9 മാസമാണ്. ഇനി നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിക്ക് 2 വർഷത്തെ, അതായത് 24 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ അർത്ഥമെന്താ? നിങ്ങൾ ഗർഭിണിയാകുന്നതിനും ഏകദേശം ഒരു 1.5 വർഷം മുൻപെങ്കിലും ഈ പോളിസി വാങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ആ പോളിസി കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല, വെറുമൊരു പേപ്പർ മാത്രമായിരിക്കും അത്. അതുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്, ഒരു കുഞ്ഞിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ സാമ്പത്തിക അബദ്ധങ്ങളിലൊന്ന് പ്രഗ്നന്റ് ആകുന്നതുവരെ ഇൻഷുറൻസ് എടുക്കാൻ കാത്തിരിക്കുന്നതാണ്. അത് ചെയ്യാനേ പാടില്ല. ഓക്കേ, അപ്പൊ പ്രശ്നം എന്താണെന്ന് നമുക്കിപ്പോ വ്യക്തമായി. ഇനി അതിന്റെ പരിഹാരത്തിലേക്ക് വരാം. ശരിക്കും ഒരു നല്ല മെറ്റാനിറ്റി കവറേജിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്? നമുക്കൊന്ന് നോക്കാം. ഒരു നല്ല പോളിസി എന്ന് പറഞ്ഞാൽ ഡെലിവറിയുടെ ബില്ല് മാത്രം കൊടുത്തു തീർക്കുന്ന ഒന്നല്ല. അതിനപ്പുറം കുറെ കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ആശുപത്രിയിൽ അഡ്മിറ്റാവുന്നതിന് 1 മാസം മുൻപ് വരെയുള്ള ചെലവുകൾ, ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞ് 2 മാസം വരെയുള്ള ചെലവുകൾ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനിച്ച കുഞ്ഞിന് ആദ്യത്തെ 90 ദിവസം വരെയുള്ള കവറേജ്. ഇതെല്ലാം ചേരുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് പാക്കേജ് ആവുന്നത്. ശരി, ഇനി നമുക്ക് ഇൻഷുറൻസ് കമ്പനികൾ അധികം ഉറക്കെ പറയാത്ത ചില കാര്യങ്ങളിലേക്ക് കടക്കാം. പോളിസി ഡോക്യുമെന്റിലെ ആരും ശ്രദ്ധിക്കാത്ത ആ ചെറിയ അക്ഷരങ്ങൾ. അത് വായിച്ചില്ലെങ്കിൽ ക്ലെയിം കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും കാശു പോകേണ്ടി വരും. ഇതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സബ്ലിമിറ്റ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ പോളിസിയുടെ ആകെ കവറേജ്, അതായത് സം ഇൻഷുർഡ്, ഒരു 10 ലക്ഷം രൂപ ആയിരിക്കാം. നമ്മൾ വിചാരിക്കും, 10 ലക്ഷം ഉണ്ടല്ലോ എന്ന്. പക്ഷെ അതിനകത്ത് പ്രസവത്തിനു മാത്രമായി ഒരു പരിധി വെച്ചിട്ടുണ്ടാകും. അതിനെയാണ് സബ്ലിമിറ്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 50,000 രൂപയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആശുപത്രി ബിൽ 90,000 രൂപ ആയാലും ഇൻഷുറൻസ് കമ്പനി ഈ 50,000 രൂപയെ തരൂ. ബാക്കി 40,000 നമ്മൾ സ്വന്തം പോക്കറ്റിന്ന് കൊടുക്കണം. അടുത്തൊരു കെണിയാണ് റൂം റെന്റ് ക്യാപ്പിംഗ്. എന്നുവെച്ചാൽ പോളിസി പ്രകാരം ഒരു ദിവസത്തെ റൂം വാടകയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും. നമ്മൾ അതിലും കൂടിയ ഒരു റൂം എടുത്താൽ ആ കൂടിയ പൈസ മാത്രം കൊടുത്താൽ മതിയെന്ന് വിചാരിക്കരുത്. അവിടെയാണ് ട്വിസ്റ്റ്. അങ്ങനെ വന്നാൽ നിങ്ങളുടെ മൊത്തം ബില്ലിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം ഇൻഷുറൻസ് കമ്പനി കുറയ്ക്കും. കാരണം റൂം വാടക കൂടുമ്പോൾ മറ്റു ചാർജുകളും ആനുപാതികമായി കൂടുമെന്നാണ് അവരുടെ കണക്ക്. പിന്നെ സാധാരണയായി കവർ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. IVF പോലെയുള്ള വന്ധ്യതാ ചികിത്സകൾ, പിന്നെ ഡയപ്പർ, ബേബി ഫുഡ് പോലുള്ള മെഡിക്കൽ അല്ലാത്ത സാധനങ്ങൾ, എക്ടോപിക് പ്രഗ്നൻസി, ഇതൊന്നും സാധാരണ മെറ്റേണിറ്റി പോളിസികളിൽ ഉൾപ്പെടാറില്ല. അതുകൊണ്ട് പോളിസി എടുക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് ഇതിൽ കവർ ചെയ്യാത്തത് എന്ന് വ്യക്തമായി ചോദിച്ചു മനസ്സിലാക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോ ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇനി എങ്ങനെയാണ് നമുക്ക് വേണ്ട ശരിയായ പോളിസി തിരഞ്ഞെടുക്കുന്നത്? അതിനൊരു സിമ്പിൾ ആക്ഷൻ പ്ലാൻ ഇതാ. ഒരു പോളിസി ഫൈനൽ ചെയ്യുന്നതിന് മുൻപ് ഈ 3 കാര്യങ്ങൾ മാത്രം ഉറപ്പുവരുത്തുക. 1. വെയിറ്റിംഗ് പീരീഡ് എത്രയാണെന്ന് നോക്കുക. അത് 2 വർഷത്തിൽ താഴെയാണോ? 2.
സി സെക്ഷനുള്ള സബ്ലിമിറ്റ് നമ്മുടെ നാട്ടിലെ ആശുപത്രി ചെലവുകൾക്ക് തികയുമോ എന്ന് പരിശോധിക്കുക. 3. ജനിച്ച ആദ്യ ദിവസം മുതൽ കുഞ്ഞിന് കവറേജ് കിട്ടുമോ എന്നുറപ്പാക്കുക. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ടു പോകാം. അപ്പോ അവസാനമായി നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കുടുംബം എന്ന വലിയ സ്വപ്നത്തിന് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും തയ്യാറാണോ? ഓർക്കുക, നല്ല പ്ലാനിംഗാണ് നമ്മൾ കുടുംബത്തിന് നൽകുന്ന ഏറ്റവും വലിയ കരുതൽ. നിങ്ങളുടെ ഈ പുതിയ യാത്രയ്ക്ക് എല്ലാ ആശംസകളും.